കർണാടകത്തിൽ ഗോകർണത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് പോകേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗോകർണം മെയിൻ ബീച്ച് മാത്രം കണ്ടു മടങ്ങുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ മെയിൻ ബീച്ചിനെക്കാട്ടിലും ഭംഗിയുള്ള വേറെയും 4 ബീച്ചുകളുണ്ടെന്നുള്ള കാര്യം ചിലർക്കൊന്നും അറിയില്ല. സോ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രസകരമായിട്ട് പോകാൻ പറ്റിയ ബീച്ചുകളാണ് കുഡ്ലെ ബീച്ച്, ഹോം ബീച്ച്, ഹാഫ് മൂൺ ബീച്ച് ആൻഡ് പാരഡൈസ് ബീച്ച്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 2 ബീച്ചുകളായ കുഡ്ലെ ബീച്ചും ഓം ബീച്ചും മാത്രമാണ് കംപ്ലീറ്റ് ചെയ്തത്. കാരണം ഫുൾ ലെങ്ത് വീഡിയോ എനിക്ക് അതിൽ ഇടാൻ പറ്റിയിട്ടില്ല. സോ ഇനി നമ്മൾ പോകാൻ പോകുന്ന ബീച്ചുകളാണ് ഹാഫ് മൂൺ ബീച്ചും പാരഡൈസ് ബീച്ചും. അപ്പോൾ ടോട്ടൽ 10 കിലോമീറ്റർ ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ നമ്മൾ ഏകദേശം 5 കിലോമീറ്റർ മുകളിൽ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. മൊട്ട വെയിലത്താണ് നടക്കുന്നതെങ്കിലും ആ നടത്തത്തിൻ്റെ ഒരു സുഖമുണ്ട്. കാരണം കാണുന്ന വിഷ്വൽസൊക്കെ നല്ല ഭംഗിയുള്ളതുകൊണ്ട് തന്നെ ടയേർഡായാൽ പോലും പ്രോബ്ലം അല്ല. പിന്നെ സീസൺ സമയം അല്ലാത്തതുകൊണ്ട് ആൾക്കാരും കച്ചവടങ്ങളും കുറച്ച് കുറവുണ്ട്. അതുകൊണ്ട് നമുക്ക് ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ വഴി തെറ്റാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വഴികൾ ഈ കാണുന്ന പോലെ ബീച്ചിൻ്റെ തൊട്ട് സൈഡ് കൂടെ മാത്രമല്ല ഉള്ളേരിയിൽ കൂടി ഒരുപാട് വഴികൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂട്ടം തെറ്റാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആരോമാർക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. പക്ഷേ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സിഗ്നൽസും കാര്യങ്ങളൊന്നുമില്ല, ഗൈഡൻസ് ഒന്നുമില്ലല്ലോ. അപ്പോൾ വഴി തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബീച്ചിൻ്റെ ചെറിയ സൗണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ കേൾക്കാൻ പറ്റും. അത് കേട്ടിട്ടോ നമ്മൾ പോകാൻ. അപ്പോൾ ഹാഫ് മൂൺ ബീച്ച് എത്തുന്നതിൻ്റെ മുമ്പ് നമുക്കൊരു അടിപൊളി വ്യൂ പോയിന്റ് കാണാൻ ഇവിടെ. അപ്പോൾ നമ്മൾ ഹാഫ് മൂൺ ബീച്ച് എത്തുന്നതിൻ്റെ മുമ്പുള്ളൊരു വ്യൂ പോയിൻ്റാണിത്. അടിപൊളി വ്യൂ ആണ്, രക്ഷയില്ല. കിടു കിടു കിടു. ഇതൊക്കെ ലൈവായിട്ട് തന്നെ കാണണം കേട്ടോ. ഇതിലെത്രത്തോളം ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ബ്യൂട്ടി മനസ്സിലാവുന്നുണ്ടെന്നറിയില്ല. അപ്പോൾ ഇതൊരു ഡേഞ്ചറായിട്ടുള്ളൊരു ഏരിയയും കൂടെയാണ് കേട്ടോ. കാരണം നമ്മൾ പ്രത്യേകിച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തെന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഇവിടെ നടക്കാൻ. എന്തായാലും ഇതുപോലൊരു വ്യൂ പോയിന്റും ബീച്ചും ഞാൻ ഇതിന് മുന്നേ വർക്കല ബീച്ചിൽ ഇതുപോലൊരു ക്ലിഫ് ഉണ്ട്. പിന്നെ അതിന് ശേഷം സെക്കൻഡ് ടൈമാണ് ഇതുപോലെ കാണുന്നത്. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറുതെ ആവില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഡ്ലെ ബീച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പാരഡൈസ് ബീച്ചിൽ അവസാനിക്കുന്നതിന് മുന്നേ ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗോകർണ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതൊന്നും ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ ബീച്ചിനിടക്കും ഇതുപോലത്തെ വഴികളും അതേപോലെ തന്നെ കുറേ കാടുകളും അതിൻ്റെ ഇടയിലൂടെയൊക്കെയാണ്. ഹാഫ് മൂൺ ബീച്ചിലേക്ക് ഇറങ്ങി വരുന്ന വഴിയാട്ടോ ഇത്. കാടാണ്, പക്ഷെ നല്ല രസമുണ്ട്. നേരെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇതാണ്, ഇവിടേക്ക് എത്തും. അങ്ങനെ ഞങ്ങളിതാ ഹാഫ് മൂൺ ബീച്ചിലെത്തി. ഓം ബീച്ചും അതുപോലെ തന്നെ ഹാഫ് മൂൺ ബീച്ചും വലിയ വ്യത്യാസമൊന്നുമില്ല, ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും ഒന്നുകൂടി എനിക്ക് തോന്നുന്നു ഒരു വൃത്തി കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ പാറക്കല്ലുകളൊക്കെ എന്താ ഒരു വൃത്തി എന്ന് അറിയാം. അപ്പം എന്തായാലും ഇനി ഇവിടെ കൂടുതൽ ഇന്ന് സമയം കളയുന്നില്ല. ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കുന്ന് കാണുന്നില്ലേ, ആ കുന്ന് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ബീച്ചിലെത്തും. അപ്പം എന്തായാലും നമുക്ക് പോകാം. അങ്ങനെ ഹാഫ് മൂൺ ബീച്ചിൻ്റെ ഭംഗിയെ നിങ്ങൾ ആസ്വദിച്ചിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനലി പാരഡൈസ് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത്രയും നടക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ലാസ്റ്റ് ആൻഡ് ഫൈനലി പാരഡൈസ് ബീച്ചിലെത്തുമ്പോൾ എന്തായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. കാരണം അത്രയും ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണിത്. പ്രകൃതി ഭംഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഞങ്ങൾ ഈ ബീച്ചിലേക്ക് ഇറങ്ങിയ ടൈം എന്ന് പറഞ്ഞാൽ 10 മണിയാണ്. ഇപ്പോൾ ഏകദേശം ഉച്ച 1 മണി. ട്രക്കിംഗ് ഇതിലാണ് ഇത്രയും കാലമായിട്ട്. നന്നായിട്ട് ടയർഡായിട്ടുണ്ട്. ഹാഫ് മൂൺ ബീച്ച് കംപ്ലീറ്റ് ചെയ്ത് പാരഡൈസ് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഗായ്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് വരുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടായിട്ട് ഈ വഴികളൊക്കെ കാണിക്കുന്നത്, അല്ലാതെ ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ. അപ്പോൾ എത്ര ഹെവി റിസ്ക് ആണെങ്കിലും അറ്റത്തെ തിരിച്ചു പോകാനുള്ള വാശിയാണ് എല്ലാവരും.
അപ്പോൾ അതെല്ലാവർക്കും ഇത്രയും ഹെവി റിസ്ക് ആയിട്ടുള്ള വഴി ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. കാരണം ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇതൊക്കെ ഭയങ്കര രസകരമായിട്ട് നമുക്ക് പോകാൻ പറ്റും. എനിവേ കാട്ടിൽ നിന്നും കുറച്ചും മോചനം കിട്ടി. അപ്പോൾ എന്തായാലും ഇനി കുറച്ചും കൂടെ പോയാൽ മതി കേട്ടോ. അങ്ങനെ പാരഡൈസ് ബീച്ചിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ ഈ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ സാധാ സീസൺ സമയത്തൊക്കെ നല്ല കച്ചവടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാം. അതേപോലെ തന്നെ ടെൻ്റൊക്കെ കെട്ടി നിൽക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഈ ശാന്തമായ കടൽ നമുക്ക് കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തിരമാല ഇങ്ങനെ അടിച്ച് കയറണ കാണാം. അപ്പോൾ അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിട്ട് തിരിച്ചു പോവാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും ട്രെക്ക് ചെയ്ത് പോകുന്നത് മുതലായി. കാരണം അത്രയും കാഴ്ചകൾ എന്തായാലും ഇവിടെ കാണാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടെൻറ്റ് കെട്ടിയിട്ട് വേണമെങ്കിൽ നിൽക്കാം. ഇപ്പോൾ സീസൺ സമയം അല്ലാത്തതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ട്. എന്തായാലും ശാന്തമായ കടലാണ്, നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമാണിത്. അങ്ങനെ പാരഡൈസ് ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് കഴിഞ്ഞ് ഇനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അവിടേക്ക് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി സൺസെറ്റ് കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഗുഡ്ലെ ബീച്ച് വന്നിറങ്ങിയ ബീച്ച് ഉണ്ടല്ലോ, അപ്പോൾ അവിടേക്കാണ് ഇനി വീണ്ടും തിരിച്ചു പോകുന്നത്. അപ്പോൾ എന്തായാലും ഒത്തിരി നടക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്തായാലും ഇവിടെ വരാതിരിക്കരുത്. കാരണം എന്തായാലും വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടം തന്നെയാണ്. ഇത്രയും സംഭവങ്ങൾ ഇവിടെ കവർ ചെയ്തിട്ട് പോയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ള സൺസെറ്റ് വ്യൂ പോയിൻ്റാണ്. അപ്പോൾ അതെന്തായാലും അടുത്ത എപ്പിസോഡിൽ ഞാൻ ആഡ് ചെയ്യാം.